ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു സീരിയലിന്റെ റിയാക്ഷൻ പോകുന്നത്. ചന്ദനമഴ എല്ലാവർക്കും മനസ്സിലായി കാണുമ്പോൾ പിന്നെ അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. സീരിയല് ചന്ദനമഴ എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലാവേണ്ടവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. സിനിമ ശരിയായ രീതിയിൽ കണ്ടവർക്ക് മനസ്സിലായി കാണും തീർച്ചയായിട്ടും. എന്തായാലും പുഷ്പ 2 ഇതിന്റെ ഒരു റോസ്റ്റ് വീഡിയോ നമ്മുടെ ഫിലിമിഷക്ക് ചെയ്തിട്ടുണ്ട്, കാണാം. നമ്മുടെ പുഷ്പാങ്കതൻ തുടങ്ങുന്നത് പുഷ്പിണി എത്ര പേരുകളാണ് ഇതിൽ തന്നെ. പുഷ്പാങ്കതൻ, പുഷ്പവല്ലി, പിന്നെതാ ഇനിയുണ്ട് ഇഷ്ടം പോലെ. വക്ക് പൊട്ടിയ വള്ളി, ശ്രീവള്ളി, കൊറേ ഉണ്ട്. വേൾഡ് വേസ്റ്റ് എന്നൊക്കെ പറയണത്. ഇന്ത്യയിൽ എല്ലാവരും അക്ഷമരെ കാത്തിരുന്നൊരു പടം എക്സെപ്റ്റ് ചേട്ടന്മാർ. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിച്ചൊരു വൻ വിജയം. ചേട്ടന്മാർക്ക് പറ്റില്ലത്. എന്റെ സ്ക്രീനായി പോയി. ചന്ദ്രതടിയൊക്കെ കൊഴലപ്പം പോലെ വലിച്ചെറിയുന്ന അതിശക്തനായ ഒരു ചന്ദ്രകാരന്റെ കരളലിയിപ്പിക്കുന്ന കുടുംബകഥ പുഷ്പ അഥവാ ചന്ദനമഴ. അപ്പൊ കഥ നടക്കുന്നത് മരത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ചിറ്റൂര് ഗ്രാമത്തിലാണ്. അവര് മരത്തെ തൊഴുതു പൂജിക്കും. മഴ പഴിപ്പിച്ച് അത് വെട്ടിക്കൊട്ടി ഒരു കണ്ടെയ്നറിലാക്കി ചൈനയിലേക്കും ജപ്പാനിലേക്കും ഗിറ്റാർ ഉണ്ടാക്കാൻ വേണ്ടി പാർസൽ അയക്കും. ആ ഗ്രാമത്തിലെ ഒരു മരം വെട്ടുകാരനായിരുന്നു പുഷ്പ. ഒരു വിറക് വെട്ടുകാരൻ. ജനങ്ങളുടെ ഏത് കാര്യത്തിനും മുന്നിൽ കാണും, എതിർക്കും. അങ്ങനെ നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയാണ്. യെസ്, പുഷ്പക്കെല്ലാം ഉണ്ട്. പുഷ്പ ചാടി അടിക്കും, പറന്നടിക്കും, ഇഷ്ടം പോലെ പൈസ, സ്വന്തമായി കാറും ഹെലികോപ്റ്റർ. പിന്നെ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം പുഷ്പക്കുണ്ട്. ശരിക്കും താഴത്തില്ല. അതെ, പുഷ്പ ഒരിക്കലും താഴത്തില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും പുഷ്പക്കില്ലാത്തൊരു കാര്യമുണ്ട്. അവന് സ്വന്തമായി ഒരു ഫാമിലി നെയിം ഇല്ല. നിനക്ക് വീട്ടുപേരില്ല. അതെന്താന്ന് വെച്ചാൽ പുഷ്പയുടെ ഡാഡി മൂകാംബിക യൂണിവേഴ്സുമായി നാട്ടിന് സ്വന്തമായ ഒരു കുടുംബം ഉണ്ടെങ്കിലും അങ്ങനെ പുറത്തു പോയൊരു കുടുംബം പുഷ്പൻ. സോ പുഷ്പന്റെ അച്ഛന്റെ കുടുംബപ്പേരായ മുല്ലേരി പുഷ്പക്കിടാൻ പുഷ്പയുടെ സ്റ്റെപ്പ് ബ്രദർ സമ്മതിക്കില്ല. ഞങ്ങളുടെ വീട്ടുപേര് ഇവരുടേതാണ്. അതുകൊണ്ട് തന്നെ അതിശക്തനായ പുഷ്പയെ തകർക്കാൻ ഒരൊറ്റ ചോദ്യം മതി. ഈ കോളം ഫില്ല് ചെയ്തിട്ടില്ലല്ലോ, സൺ ഓഫ്. അങ്ങനെ ഫാമിലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന പുഷ്പ ഈ മുല്ലേരി തറവാട്ടിലേക്ക് എങ്ങനെങ്കിലും ഒന്ന് കേറി പറ്റണമെന്ന് വിചാരിച്ച് കുറെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി രക്തചന്ദനം കള്ളക്കടത്തിലേക്ക് ഇറങ്ങി കോടികൾ സമ്പാദിച്ചു കൂട്ടുകയാണ്. Now meet ശ്രീവല്ലി, the smell fetish. ചിറ്റൂര് ഗ്രാമത്തിലെ ആസ്ഥാന പേരുകൾ നമ്മൾ പറയാൻ മടിച്ചത് സത്യമായിട്ട് പറയുന്നു. 5000, 10000 എന്താ റേറ്റ്? ഒരു പിന്ന് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ശ്രീവല്ലിക്കില്ലായിരുന്നു. അവളുടെ സാരി നെഞ്ചത്ത് നിക്കത്തേയില്ല. സാരി അഴിച്ച് മീൻ പിടിക്കുന്നത്, സാരി ഒരു കഴുത്തിൽ കെട്ടുന്നത്, ഒരു കാര്യമില്ലാത്ത സാരി ഒരു കളയുന്നത്, പിന്നെ തന്നെത്താനെ സാരി ഒരു പോകുന്നത്. പുഷ്പ കയ്യിൽ പൈസ വന്ന് അഭിനയം പോലെ ശ്രീവല്ലിക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് ചിരിയും ഉമ്മയും ഒക്കെ വാങ്ങിക്കൂട്ടും. 5000 രൂപ കൊടുക്കാം, ഒരു ഉമ്മ തരുമെന്ന് ചോദിച്ചു. ശ്രീവല്ലിക്ക് ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലായിരുന്നു. ബട്ട് ഗൈസ്, മറ്റാരിലും കാണാത്തൊരു കാര്യം ശ്രീവല്ലി പുഷ്പയിൽ കണ്ടു. പുഷ്പ ദി റൈസ്. ശരിക്കും അതോടുകൂടി അതിൽ ഇംപ്രസ് ആയി ശ്രീവല്ലി പുഷ്പയും കെട്ടി കുടുംബം നടത്താൻ തുടങ്ങും. അപ്പൊ നമ്മൾ വിചാരിക്കും കല്യാണം ശ്രീവല്ലിയുടെ ഇതൊക്കെ നടന്നിട്ടുണ്ടാവുമെന്ന്. ഇല്ല, ഫസ്റ്റ് പാർട്ടിൽ ശ്രീവല്ലി ഒരു സ്പെൽ ഫെറ്റിഷ് ആണെങ്കിൽ സെക്കൻഡിൽ ശ്രീവല്ലി ഒരു ടച്ച് ഫെറ്റിഷ് ആണ്. തൊട്ടാൽ ശ്രീവല്ലിക്ക് മൂടാവും. താഴാത്ത പുഷ്പക്ക് തളരാത്ത ശ്രീവല്ലി. പുഷ്പയാണെങ്കിലോ ഇത് എങ്ങനെങ്കിലും ഒന്ന് താഴ്ന്നാ മതി എന്നുള്ള അവസ്ഥയിൽ വരുത്തും. അയ്യോ, ഭയങ്കര സ്നേഹം. കിച്ചൺ വന്നല്ല. മന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയും. അത് കേട്ടത് പുഷ്പം നേരെ മന്ത്രിയുടെ അടുത്ത് പോയി ഒരു ഫോട്ടോ ചോദിക്കും. അപ്പത്തെ മന്ത്രി പറയും, ഈ സ്മഗ്ലേഴ്സ് പാർട്ടിക്ക് ഫണ്ടായിരുന്നു വെച്ച ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതോടെ തന്നെ ശ്രീവല്ലിക്ക് മന്ത്രിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ പുഷ്പ 5000 രൂപയ്ക്ക് ഫോട്ടോ വിറ്റിരുന്ന ശ്രീവല്ലിക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി 500 കോടി മുടക്കി മന്ത്രിനെ തന്നെ മാറ്റിക്കളയും. 500 കോടി തരാം. ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോ സേവനെ തന്നെ മാറ്റിക്കളഞ്ഞു. യെസ് ഗൈസ്, പുഷ്പ ഇസ് ഡാം റിച്ച്. വാട്ട് എ മൂവി.
പൈസ ദൂർത്തടിച്ച് നടക്കുന്ന സമയത്താണ് നാട്ടിലെ സൈക്കോ കളിയൊക്കെ മതിയാക്കി വില്ലനായി നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലെ പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള ഷോക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൊട്ടൂര വില്ലനാവുമെന്നൊക്കെ. പക്ഷെ ഒരു കാര്യമില്ല, വെറും ഒരു പാവമാണ് അയാൾ. ഒരു വില്ലനോട് കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതകളാണ് ആ മനുഷ്യൻ നേരിട്ടത്. ഒരു കുന്നിന്റെ മണ്ടയിൽ ജെട്ടിപ്പുറത്ത് നിർത്തും, അവന്റെ ആണത്തെ ചോദ്യം ചെയ്യും. വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും മൊത്തം പുഷ്പ വന്ന് വിലക്ക് വാങ്ങും. എന്തിന്? ഒന്ന് സമാധാനമായി കുളിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയാൽ അവിടെ പുഷ്പ വന്ന് മൂത്രമൊഴിക്കും. അപമാനം ഒന്നും സഹിക്കാൻ വയ്യാതെ ഷിക്കാവത്ത് ആത്മഹത്യ ചെയ്യും. ചന്ദനം ലോറിയിൽ കയറ്റി പുഴയിലൂടെ ഓടിച്ചു കൊണ്ടുപോകും. ഗൂഗിൾ മാപ്പ് നോക്കി പോയതാവും. ചന്ദനം വെട്ടി കാളവണ്ടി ഉണ്ടാക്കി ചന്ദനം കടത്തും. ഇനി ചന്ദനം ജപ്പാനിലേക്ക് കടത്തി അയക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അതാ പുഷ്പ ജപ്പാനിലേക്ക് പോകുന്ന കണ്ടെയ്നറിന്റെ ഉള്ളിൽ 10-40 ദിവസം വെളിക്ക് പോകാൻ പോലും പറ്റാതെ ചന്ദനം എവിടെ അല്ലേ എവിടെയായിരിക്കും കക്കൂസിലൊക്കെ പോയിണ്ടാവുക. പക്ഷെ ആ ഗ്യാപ്പിലും തന്റെ സമയം ഫലപ്രദമായി യൂട്ടിലൈസ് ആക്കാൻ പുഷ്പ ശ്രമിച്ചിരുന്നു. പുഷ്പ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്ന് ജപ്പാനിൽ ഇറങ്ങിയാൽ പിടിച്ചു നിൽക്കാനുള്ള ജപ്പാനീസ് പഠിക്കുകയായിരുന്നു. ഒരു സന്ദർഭം കിട്ടുമ്പോ പേപ്പറിന് വേണ്ടി വാങ്ങിയതാണ്, അപ്പൊ പഠിച്ചു. അങ്ങ് ശ്രീലങ്കയിലേക്ക് ചന്ദനം കടത്തും. ഇങ്ങനെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെങ്കിലും രാജ്യസ്നേഹമുള്ളൊരു കള്ളക്കടത്തുകാരനായിരുന്നു പുഷ്പ. സെലിബ്രിറ്റി അതാണ്. കറക്റ്റ് സിനിമ കണ്ടപ്പോ തന്നെ ഫീൽ ചെയ്ത്. ഇങ്ങനെ സ്മഗിൾ ചെയ്ത് പുഷ്പ തെലുങ്ക് നാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാകും. എന്നിട്ട് പോലും മുല്ലേരി കുടുംബത്തിലേക്ക് പുഷ്പയെ കയറ്റിയിരുന്നില്ല. എങ്ങനെ കയറ്റാനാണ്? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത കള്ളക്കടത്ത് നടത്തിയവനൊക്കെ ആദ്യമായിട്ട് കാണുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. ശ്രീവല്ലിക്ക് ഗർഭം. എങ്ങനെ ആകാതിരിക്കൂ? എന്റെ വൈകി പോയി എന്നുള്ളതാണ്. അതറിഞ്ഞതും പുഷ്പ അപ്പൊ തന്നെ അവിടെ ഒരു പെൺവേഷമം കിട്ടി ഡാൻസ് കളിക്കുന്ന ഒരു വഴിപാട് ചെയ്യും. അയ്യോ, പുഷ്പയ്ക്ക് ഒരു പെൺകുട്ടി ജനിക്കാൻ വേണ്ടിയാണ്. ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടി കുറെ പൈസയും ഹെലികോപ്റ്ററും ഹമ്മർ കാറും വരെയുണ്ട്. പക്ഷെ ഒരു കുടുംബ പേര് പുഷ്പയ്ക്കില്ലല്ലോ. കുഞ്ഞാണ് ജനിക്കുന്നെങ്കിൽ അവന് കൊടുക്കാനായിട്ട് ഒരു കുടുംബ പേര് പോലും ഇല്ല. ഈ സമയത്താണ് അവിടെ പുഷ്പന്റെ ഡാൻസ് കാണുമ്പോൾ ഒരു പെൺകുട്ടിയെ കുറച്ച് ഗുണ്ടകൾ വന്ന് കടന്നു പിടിക്കുന്നത്. അത് കണ്ടത് പുഷ്പ എടാ മുല്ലേരി കുടുംബത്തിലെ പെണ്ണുങ്ങളെ തൊടുന്നു എന്ന് പറഞ്ഞിട്ട് അവന്മാര് കടിച്ചോടിക്കും. എന്താ കണ്ടന്റ് ഇത്ര വലിയൊരു ഉപകാരം മുല്ലേരിക്കാർക്ക് ചെയ്തിട്ടും പുഷ്പന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് പറയും അഡ്രസ് ഇല്ലാത്തവന്മാരൊന്നും ഞങ്ങൾ രക്ഷിക്കണ്ട എന്ന്. പിന്നെ നാടകമൊക്കെ കണ്ടിട്ട് നിന്നെ ഞങ്ങൾ മുല്ലേരി കുടുംബത്തിൽ കേറ്റാനും പോണില്ല എന്ന്. എന്നാലും പുഷ്പയുടെ ഒരു അവസ്ഥ നോക്കണേ. ഇപ്പൊ നമ്മൾ ചിറ്റൂർ ഗ്രാമത്തിൽ ചെന്ന് ആരോട് അഡ്രസ് ചോദിച്ചാലും അവര് പറയും നീ ആരാടാ? പക്ഷെ പുഷ്പക്കാണെങ്കിലോ സ്വന്തമായി ഒരു അഡ്രസ്സും ഇല്ല. അവിടുത്തെ പോസ്റ്റ്മാന്റെ കാര്യമാണ് കഷ്ടം. ഇന്ന് കത്തൊന്നുമില്ല. സമയത്താണ് പെൺകുട്ടിയെ അന്ന് പുഷ്പ അടിച്ചൂക്കി വിട്ടപ്പോ വന്ന് കൊണ്ടുപോകും. ഒരു ഗുഹയ്ക്കകത്ത് വെച്ച് ഒരു വൻ തുക തന്നാൽ വിട്ടുതരാമെന്ന് പറയും. ആ തുക കേട്ട് മുല്ലേരി കുടുംബക്കാർ മൊത്തം മാനത്ത് നോക്കിയിരിക്കുകയാവും. ആ സമയത്താണ് നമ്മുടെ പുഷ്പ തന്റെ ഹെലികോപ്റ്ററിൽ ഒരു സോഫയിൽ മൊത്തം പൈസ കുത്തി നിറച്ച് ആ ഗുഹയുടെ ഉള്ളിലേക്ക് ലാൻഡ് ആവുന്നത്. എന്നിട്ട് അവിടെ ഉള്ളവന്മാരൊക്കെ ഒരു പേ പിടിച്ച് പട്ടിയെ പോലെ ചാടിക്കടിച്ചു കൊല്ലും. പിന്നെ ഒരു പുഴുവിനെ പോലെ തുള്ളിക്കളിച്ചു കൊല്ലും. അവസാനം ആ തട്ടിക്കൊണ്ടുപോയവനെ ഫിറോസിക കമ്പിയിൽ ബീഫ് കുത്തിവെക്കുന്ന പോലെ കുത്തിക്കൊല്ലും. എന്നിട്ട് മുല്ലേരി കുടുംബത്തിലെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തും. ഈ സംഭവത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. മുല്ലേരി കുടുംബക്കാര് നമ്മുടെ പുഷ്പയെ കുടുംബത്തിൽ കയറ്റുകയാണ്. പുഷ്പയുടെ പേര് വരെ മുല്ലേരി പുഷ്പൻ എന്ന് അച്ചടിച്ചു വെക്കും. ഈ കാര്യം അറിഞ്ഞതും അതിഭീകരനായ സൗണ്ട് കേൾക്കാൻ തന്നെ വയ്യ. കിടന്ന് കരഞ്ഞു മെഴുകും. അത് തന്നെ ക്രിഞ്ച. അങ്ങനെ അവസാനം പുഷ്പൻ ഫാമിലിയുമായി തന്റെ മുല്ലേരി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്നിക്കുകയാണ്. അകറ്റിയത് വിധിയെങ്കിൽ ഇനി ഇങ്ങനെ ശുഭാന്ത്യത്തിലേക്ക് അങ്ങനെ പോയാലോ. ഈ സമയത്താവും പാർട്ട് 3യിലേക്കുള്ള ലീഡിന് വേണ്ടി വില്ലന്മാരൊക്കെ കൂടി പൊക്കിൽ ബോംബ് വെച്ച് ആ കല്യാണപ്പന്തലിൽ കൊണ്ടുവെക്കുന്നത്. കഥ അപ്രതീക്ഷിത അന്ത്യത്തിലേക്ക്. അവസാനം മുല്ലേരിക്കാരെല്ലാം ഒന്നിച്ച കല്യാണപ്പന്തൽ പൊട്ടിത്തെറിക്കുകയാണ്. ആ ബോംബ് ആര് വെച്ചു, എന്തിനു വെച്ചു? ആർക്കാണ് ഇത്ര ശത്രുത? കാത്തിരുന്ന് കാണുക. പുഷ്പ റാംപേജ് ഉടൻ വരുന്നു. പടം കഴിഞ്ഞ് കൂടി ഫിൽമിഷൻ 100ാമത്തെ. എന്റെ ദൈവമേ, എന്താണ് എനിക്ക് ഇപ്പോഴും അത്ഭുതം എന്താ അറിയോ, ഇത് ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ എന്നായിരിക്കും.
ഇത് ഇഷ്ടപ്പെട്ടവര് ഉം. ഇത് എങ്ങനെ? എങ്ങനെ 1800 കോടിയുടെ മുകളിൽ ഇതിന് കളക്ഷൻ കിട്ടി എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഒരു ഐഡിയ എങ്ങനെ ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടാത്തൊരു സംഭവമാണ്. ഇത് എങ്ങനെ ഇഷ്ടപ്പെടുന്നു, ഇതിന് എത്ര ഇങ്ങനെ കളക്ഷൻ എങ്ങനെ കിട്ടുന്നു? അത് സിമ്പിളല്ലേ, ഷൈൻ ടോം ചാക്കോ പറഞ്ഞു കേട്ടില്ലേ, മധ്യല്ല ഇവിടെ വിറ്റ് പോകുന്ന ബൈബിളല്ലല്ലോ. അത് വേറൊരു സത്യം. ഊളത്തരമാണ് ഇപ്പത്തെ ട്രെൻഡ്, അത് അതിനനുസരിച്ച് അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഗംഭീര സിനിമയാണ്. ഇനി ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ OTT കാണണം കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. കിട്ടില്ല സാധനം. ഫിലിമിഷക്കിന്റെ മികവതാണ്. പല കാര്യങ്ങളും നമ്മള് ഇനിയിപ്പോ ബൈ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, പല കാര്യങ്ങളും സിനിമ കണ്ടു കഴിഞ്ഞ് വന്നപ്പോ നമുക്ക് പറയണമെന്നുണ്ട്, അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത പല സംഭവങ്ങളും ഉണ്ട്. ആ സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് ശരിക്കും റിവ്യൂല് ഞങ്ങൾ കട്ട് ചെയ്ത സാധനമാണ്. ശരിക്കും പുഷ്പയിൽ പോലും ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമായിരുന്നു അത്. അതായത് പൈസ കൊടുത്തിട്ട് ഉമ്മ കൊടുക്കുന്ന ഒരാള് അതല്ലേ ഫെറ്റിഷ്, അതായത് ആ കിച്ചണിലുള്ള സീനൊക്കെ കണ്ടപ്പോഴേ അതൊന്നും കിച്ചണിൽ നിന്നാണെന്ന് നമുക്ക് തോന്നിയില്ല, വേറെ എന്തൊക്കെയാ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനത്തെ വെറിയന്മാരാണ് അവർ രണ്ടുപേരും. അതായത് ഞാൻ പറയാൻ വന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുഷ്പ ഫസ്റ്റില് അങ്ങനത്തെ ഒരു പെണ്ണിനെയാണ് പുഷ്പ പുറകെ കടന്ന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത്. പൈസ കൊടുത്താൽ മാത്രമേ ഉമ്മ കൊടുക്കുള്ളൂ, അല്ലാതെ പുഷ്പനോട് സ്നേഹം കേറിയിട്ടൊന്നും അല്ല. അത് മാത്രല്ല ശ്രീവല്ലിന്റെ സ്വഭാവം, അതാ പറഞ്ഞ നാശിച്ച സ്വഭാവമാണ്. അത് ഫസ്റ്റിൽ തന്നെ നമുക്ക് തോന്നി, നമുക്കത് പറയാൻ പറ്റാതെ പോയ സംഭവമാണ്. നമ്മളത് വേറെ രീതിയിലാണ്. അതെ, പിന്നെ അത് പറഞ്ഞു നല്ല ക്രിഞ്ച്, ക്രിഞ്ച് എന്നല്ല, നല്ല ക്യൂട്ട്നെസ് അടിപൊളിയായിരുന്നു എന്നാ പറഞ്ഞത് സംഭവം. ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അത് വേറെ രീതിയിൽ, അതിന്റെ അപ്പുറം. അന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് അല്ലേ അന്ന് സോപ്പ് കൊടുക്കും, എന്നിട്ട് നീ ഇതിന് റെഡി ആണെങ്കിൽ അച്ഛനെ വേണമെങ്കിൽ ആ സോപ്പ് തേച്ചിട്ട് ആ സോപ്പ് തന്നെ തേച്ച് കുളിക്കുന്നു. ആ സോപ്പ് തേച്ച് കുളിച്ച് റെഡിയാവുന്ന ആളാണ്. ഇതിനകത്ത് പറഞ്ഞ ഇപ്പൊ ഫിലിമിഷയ്ക്ക് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, കറക്റ്റ് കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എടുത്തു വെച്ചാലേ എന്തൊരു കിടുന്ന സാധനം. അതിലാ പോസ്റ്റ്മാൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന് കത്തൊന്നുമില്ല, വേറെ അഡ്രസ് ഇല്ലല്ലോ എന്റെ പോലെ. എന്താണെങ്കിലും ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. ഇനി അടുത്തതും കൂടി കാണണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു അവസ്ഥയെ. എന്താണെങ്കിലും കാത്തിരിക്കാം അടുത്തതിനായിട്ട്. ഞാൻ സിനിമയ്ക്ക് തന്നെ ഞാൻ പോകില്ല, മതിയായി.